പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ 86-ാം നമ്പർ അങ്കണവാടിക്ക് പുതിയ കെട്ടിടമായി. കബീർ മുച്ചത്ത് സൗജന്യമായി നൽകിയ ഭൂമിയിൽ ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 23 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇ.ടി. ടൈസൺ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C.K. ഗിരിജ മുഖ്യാതിഥിയായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N.K. അബ്ദുൾ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുക്കോയ തങ്ങൾ, E.R. ഷീല, ഹേമലത രാജുക്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K.A. കരീം, R.K. ബേബി, പഞ്ചായത്ത് സെക്രട്ടറി K. ശ്രീകുമാർ, മതിലകം CDPO K.K. ലളിത, ICDS സൂപ്പർവൈസർ I.P. പ്രമീന, അങ്കണവാടി ടീച്ചർ ബിന്ദു, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ ശുദ്ധീകരണം അല്ലേ, ജലശുദ്ധീകരണത്തിനുള്ളതുണ്ട്. കക്കൂസ് തന്നെ 2 തരത്തിലുണ്ട് അല്ലേ, പുറത്തുനിന്ന് കാണാവുന്നതുണ്ട്, അകത്താഴെ കുട്ടികളൊക്കെ കയറിയാൽ സുരക്ഷിതത്തിനൊക്കെ വേണ്ടിയല്ലേ. വളരെ നല്ല ഐഡിയ. അങ്ങനെ ഏത് മുക്കിലും മൂലയിൽ നോക്കിയാലും വളരെ ശ്രദ്ധിച്ച് ഇടപെട്ട ഒരു അംഗൻവാടിയുടെ ഉദ്ഘാടന വേളയിലാണ്. എനിക്കൊന്ന് പ്രസിഡന്റിൽ ആത്മാർത്ഥമായിട്ട് അഭിമാനിക്കാം. ഈ ബ്ലോക്കിലുള്ള അംഗൻവാടികളിൽ ഏറ്റവും നല്ല അംഗൻവാടിയുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത, ഞങ്ങൾക്കുള്ള ആഗ്രഹം, ഇതൊരു പോസ്റ്റ് ഓഫീസ് മാതൃക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കത്ത് കൊണ്ടൊന്നും പറ്റാൻ കൊടുക്കും, കഴിഞ്ഞതിൻ്റെ പണി കഴിയുന്ന പോലെ എന്ന് പറഞ്ഞാൽ സർക്കാരിൽ നിന്ന് കുറച്ച് പണം കിട്ടും, ആ പണം കൊണ്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് സാധനം. അതല്ല നമ്മുടെ ഉദ്ദേശം. ഇവിടെ എത്രയോ ആളുകളുടെ പേര് പറഞ്ഞു. സ്ഥലം ഒരാൾ തരുന്നു, നല്ലൊരു സംഭാവന, അതിൽ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് പോലെ ഒരാൾ സംഭാവന നൽകുന്നു.